അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ലാലേട്ടൻ ഇന്ന് വന്നിട്ട് പോയി ലക്ഷ്മി ഔട്ടാകുന്നു. അപ്പോൾ അല്ലാതെ പുതിയൊരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് തുടങ്ങുന്നു. അതിൽ നെവിൻ ജയിക്കുന്നു. അപ്പം ആ ടാസ്ക് ഒരു പോയിന്റ് നെവിനായി. വേറെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അനിമോൾക്കെതിരെ ലാലേട്ടൻ ഇന്നലത്തെ പോലെ തന്നെ അനിമോളെ ഫ്രൈ ചെയ്യുന്നു. കടലമാവ് ഫ്രൈ, അങ്ങനെ പല രീതിയിലുള്ള ഫ്രൈ. അനിമോളുടെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം കൃത്യമായിട്ട് നോക്കിയെടുക്കാൻ ബിഗ് ബോസ് കഴിയുന്നുണ്ട്. അത് അനിമോൾക്കെതിരെ നീങ്ങുന്നുണ്ട്, അനിമോളെ കരയിപ്പിക്കുന്നുണ്ട്, മെൻ്റലായിട്ട് അനിമോളെ ടോർച്ചർ ചെയ്യുന്നുണ്ട്, അങ്ങനെ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മറുവശത്ത് അനീഷിനെതിരെയും കൃത്യമായിട്ടുള്ളൊരു ഗെയിം ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നാണ് ഈ എപ്പിസോഡ് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ലാലേട്ടൻ ഇതിനകത്ത് ഭാഗമൊക്കെയല്ല, ലാലേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ലാലേട്ടൻ ഇതൊന്നും അറിയുന്നില്ല. ഷാനവാസിനെതിരെയും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുകയും അത് പറയുകയും ചെയ്യും. പക്ഷേ ആര്യൻ കോയിൻ മൂട്ടിച്ച കാര്യത്തിൽ വളരെ കൂളായിട്ട് പറഞ്ഞു പോകുന്ന ലാലേട്ടനെ നമുക്ക് കണ്ടു. അതുപോലെ ഒരു കോയിൻ എവിടെ, ജയിലിലേക്ക് പോയ ഒരു കോയിൻ എവിടെ എന്ന് ചോദിച്ചപ്പോഴും അതിനും കൃത്യമായിട്ട് ഉത്തരം ബിഗ് ബോസ് കൊടുക്കാതാണ് ഇന്നലെ നിർത്തിയത്. അത് നമുക്കൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു. ഇപ്പോഴും വീഡിയോകൾ പ്രചരിക്കുന്നത് ആര്യൻ അതെടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. അതിന് കൃത്യമായിട്ടുള്ളൊരു കാര്യം പറയാൻ, അല്ലെങ്കിൽ ആരും ഒരു മത്സരാർത്ഥിയും എടുത്തിട്ടില്ല എന്ന് പറയാൻ പോലും ബിഗ് ബോസിന് കഴിഞ്ഞിട്ടില്ല. അത് സംശയത്തിനിട നൽകുന്നുണ്ട്. മറ്റൊരു കാര്യം, അനീഷിനെ തുടർച്ചയായിട്ട് 4ാമത്തെ പ്രാവശ്യം ജയിലിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം അനീഷ് ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്ന് അവിടെ പ്രദർശിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. എന്താണ് സംഭവം? അനീഷ് ജെനുവിനായിട്ടാണോ അനീഷ് അവിടെ പോയിരിക്കുന്നത്? അതുമല്ല, ഇത്രയും നാളും ബിഗ് ബോസിൽ ഇത്തരം ഒരു ടാസ്കിൽ ഇത്ര വലിയൊരു കള്ളത്തരം കാണിച്ച ഒരു മത്സരാർത്ഥിയെ എന്തുകൊണ്ട് ജയിലിലേക്ക് വിട്ടില്ല എന്ന് മറ്റു മത്സരാർത്ഥികളോട് ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിച്ചില്ല. അത് കൃത്യമായിട്ട് ചോദ്യമാണ്. അതുപോലെ അക്ബറിൻ്റെ പാവ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആതിരെ വിമർശിക്കുന്ന കണ്ടു. അനുവിൻ്റെ പാവ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നെവിനെ വിമർശിക്കുന്നത് കണ്ടില്ല. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതൊന്നും ചോദ്യം ചെയ്യാൻ പോയിട്ടില്ല. അതുപോലെ ലാലേട്ടൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അക്ബറിനും ആര്യനും വേണ്ടി ആഹാരം ഉണ്ടാക്കാൻ പോയ അനുമോളെ ക്രൂശിക്കുന്ന കണ്ടു. ആർക്ക് വേണ്ടിയാണോ ആഹാരം ഉണ്ടാക്കാൻ പോയത് അവർ കൂളായിട്ട് അവിടെ നിൽക്കുകയും അനിമോൾക്കെതിരെ വിമർശിക്കുകയും ചെയ്യും. അതുതന്നെയാണ് നമ്മളും പുറത്ത് പറയുന്നത്. കാരണം ഇതെല്ലാം കൂടെ അനിമോളുടെ തലയിലേക്ക് കൊണ്ടുവെക്കേണ്ട കാര്യമൊന്നുമില്ല. അനിമോൾ അല്ലായിരുന്നു ഇതിൻ്റെ ഉത്തരം. പിന്നെ അനിമോളുടെ പല നിലപാടുകളും പല സമയത്ത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ലാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കുന്ന, അനിമോൾക്കെതിരെ പറയിപ്പിക്കുന്നത് മാനസികമായിട്ട് അനിമോൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയിപ്പിക്കുന്നത്. പക്ഷെ ആ സ്ഥാനത്ത് ആരിനെതിരെയോ അക്ബറിനെതിരെയോ നെവിനെതിരെയോ യാതൊരുവിധ നീക്കവും നടക്കത്തില്ല. അപ്പം ഇനി അടുത്ത പ്രാവശ്യം സംഭവിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച സംഭവിക്കുന്നത് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം നല്ലതാണ്. ലാലേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ, അത് പുറത്തു പോയിരിക്കുന്നത് നല്ലതാണ്, ബിഗ് ബോസിന് ഞങ്ങളെ ഇഷ്ടമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഒരു മത്സരമായിരിക്കും അവർ കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് 100% ഉറപ്പാണ്. നെവിനായാലും അക്ബറായാലും ആര്യനായാലും ആ ഗ്രൂപ്പിനെ തോടാൻ ബിഗ് ബോസ് തയ്യാറാവുന്നില്ല. അതുതന്നെയാണ് നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ 3 പേരെയും വൈറ്റ് വാഷ് ചെയ്ത് നല്ല കുട്ടപ്പന്മാരായിട്ട് നിർത്തിയിരിക്കുകയാണ് കണ്ടത്. പിന്നെ വേറെ എന്താണ്, ആര്യൻ പലപ്പോഴും അവിടെ ചുമ്മാത് ലാലേട്ടനെ മുന്നിൽ വെച്ച് പോലും ഒരു ബഹുമാനമില്ലാതെ അനുമോള് കരഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് തമാശ കാണിക്കേണ്ടതാണ്. അതിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. ഏതായാലും ആര്യനും അക്ബറും നെവിനും ഒക്കെ ബിഗ് ബോസ് ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് കരുതി തന്നെയാണ്. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആർക്കും ആവില്ല. ലാലേട്ടനെ കൊണ്ട് പോലും ഞങ്ങളെ ചോദ്യം ചെയ്യിപ്പിക്കത്തില്ല എന്ന് 100% ഒരു ആത്മവിശ്വാസം ഉള്ളതുപോലെയാണ് അവരവിടെ നിൽക്കുന്നത്. 100% ഉറപ്പാണ്. പിന്നെ ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഈ മത്സരാർത്ഥികൾ പുറത്തു പോകുന്നത് കൊണ്ട് മാത്രം ഈ അനീഷും ഷാനവാസും അനുമോളും ഒക്കെ അവിടെ നിന്ന് പോകുന്നു എന്ന് എനിക്ക് ഇത് കണ്ടപ്പം തോന്നിയുള്ളൂ.
പിന്നെ വേറെ ഒരെണ്ണം വരുന്നുണ്ട്. നമ്മുടെ അക്ബറും ലക്ഷ്മിയും പുറത്തു പോകുന്നു. കാറെ അക്ബറെ കയറ്റിക്കൊണ്ട് പുറത്തു പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അക്ബറിനെ അകത്തേക്ക് ഇടുന്നു എന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം. എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോ കാണിക്കുന്നതിൻ്റെ താഴെ ഇതായിരുന്നു മൊത്തം. അക്ബറിനെ പുറത്തു കൊണ്ട് കാര്യം പറഞ്ഞതിന് ശേഷം ക്ലൂ എല്ലാം കൊടുത്തതിന് ശേഷം അക്ബറെ അകത്തേക്ക് കയറ്റിയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പ്രൊമോ വന്നപ്പോൾ മുതൽ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത്. ഏഷ്യാനെറ്റിൻ്റെ ഈ പ്രൊമോയ്ക്ക് താഴെ വന്നേക്കുന്ന കമൻറ്റുകൾ മൊത്തം വായിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം കൃത്യമായിട്ട് ആൾക്കാർക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില നടപടികൾ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ കമൻറ്റുകൾ കണ്ടപ്പോൾ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അഭിരുചിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ ബിഗ് ബോസിന് കഴിയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. കൃത്യമായിട്ട് ആരിനെയോ നെവിനെയോ അക്ബറിനെയോ നിയന്ത്രിക്കാനും പറ്റുന്നില്ല. അവരെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുക. പക്ഷേ അനുമോളോ അനീഷോ ഷാനവാഫോ വേറെ ആരെങ്കിലും ഓരോ ഇല എടുത്തിട്ടാൽ കൃത്യമായിട്ട് അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നുന്നു ഈ ആഴ്ച അനിമോൾ ഫ്രൈ ആണ് 2 ദിവസമായിട്ട് നടന്നത്. ഭൂരിപക്ഷ സമയം അനിമോളെ പൂഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് തോന്നുന്നത്. അതുപോലെ അനീഷിനെ ജയിലിൽ വിട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഒരക്ഷരം വേണ്ടിയില്ല. അന്നേരം ആരും പറയുന്നത് കേട്ടു അടുത്ത പ്രാവശ്യം അനീഷേട്ടനെ ജയിലിലേക്ക് വിടാം. അപ്പോൾ ഇപ്പം തന്നെ തീരുമാനം എടുത്തിരിക്കുകയാണ് അനീഷിനെ എന്തായാലും ജയിലിലേക്ക് പറഞ്ഞു വിടാമെന്ന്. അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ ബിഗ് ബോസിന് കഴിഞ്ഞിട്ടില്ല. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇപ്പോഴും അവർ 3 പേരോ അല്ലെങ്കിൽ 4 പേരോ തീരുമാനിച്ചു കഴിഞ്ഞാൽ അനീഷ് കൃത്യമായിട്ട് ജയിലിലേക്ക് പോകും. അക്ബറോ ആരിനോ നെവിനോ ഒക്കെ എന്ത് കുറ്റം ചെയ്താലും ജയിലിലേക്ക് പോവില്ല. ഈ മത്സരാർത്ഥികൾ നമ്മൾ എടുത്തു വെച്ചു, ഈ പ്രാവശ്യം തന്നെ എടുത്തു വെച്ചു. അടുത്ത പ്രാവശ്യം ഒന്നുകിൽ ആദില അല്ലെങ്കിൽ നോറ, അനുമോള്. ഇനിയിപ്പോൾ ആദില നോറയൊക്കെ അക്ബറിൻ്റെ ഒരു ഗ്യാങ്ങിലേക്ക് മാറി എന്ന് തോന്നുന്നു. അപ്പം കൃത്യമായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് കൊണ്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. ഇതുപോലെ എന്താ പറയുന്നത്, നമ്മൾ അനീഷ് പറഞ്ഞായിരുന്നു, ഒരു കാര്യം പറഞ്ഞായിരുന്നു, സാബുമോൻ 2-3 ദിവസം കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം അക്ബർ ആരെയും ഗ്യാങ്ങിൻ്റെ കൂടെ പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞത് 100% സത്യമാണ്. അവർ പറയുന്ന അവരുടെ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ സാബുമോൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാബുമോൻ്റെ വിജയം അതുപോലെ ഇനിയും 2-3 ആഴ്ചയേ ഉള്ളൂ, 10-20 ദിവസം കൂടെ ഉള്ളിനി. പക്ഷേ ഈ ആഴ്ച എന്തുകൊണ്ട് 2 മത്സരാർത്ഥികളെ വിട്ടില്ല, എവിക്റ്റായില്ല? ഇനി 9 മത്സരാർത്ഥികളുണ്ട്. അപ്പോൾ ഇതിൽ എന്തോ ഒരു പ്രത്യേകത. കാരണം ഇവരുദ്ദേശിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇവരുദ്ദേശിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് പുറത്തു പോകും എന്ന് കരുതിയാണോ ബിഗ് ബോസ് ഈ പ്രാവശ്യം 2 പേരെ വിടാതിരുന്നത് എന്ന് ആൾക്കാർ സംശയം ഉന്നയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അടുത്ത ആഴ്ച ആരൊക്കെ വരും? ഇനി സാബുമോൻ തന്നെ ഫൈനൽ 5ലേക്ക് വരികയാണെങ്കിൽ ഇവിടെ റിസർവിങ് ആയ ഒരു മത്സരാർത്ഥി പുറത്തു പോകും. ഇപ്പം നമ്മളുടെ നോട്ടത്തിൽ ഇപ്പോഴും ഫൈനൽ 5ലേക്ക് വരാനുള്ള സാധ്യതയുള്ളത് അനിമോള്, അനീഷ്, ഷാനവാഫ്, അക്ബർ, ആര്യ, ഇത്രയും 5 പേരാണ്. ഇതിനകത്ത് നെവിന്, സാബുമോനെ, ആദില, നോറ ഇവരൊക്കെ വേണമെങ്കിൽ വരാം. അത് ഗ്രാൻഡ് ഫിനാലെ ജയിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്വിസ്റ്റോ ഇട്ടൊക്കെ വരാം. ഇനിയും അടുത്ത ആഴ്ച നമ്മൾ പുറത്താകും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന 2 മത്സരാർത്ഥി ആദിലും നെവിനുമാണ്. ഒരുപക്ഷെ നെവിനോ സാബുമോനോ ആദിലയോ ഒന്നും നോമിനേഷന് വന്നില്ല, ബാക്കി എല്ലാവരും കൂടെ വന്നിരുന്നെങ്കിൽ അതിനത് റിസർവായ 2 പേര് പുറത്തു പോകും. അവിടെയാണ് ഈ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതിനുവേണ്ടിയായിരിക്കാം ബിഗ് ബോസ് കാത്തിരിക്കുന്നത്. ഏതായാലും ലാലേട്ടൻ്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് 2 മാനസികമായിട്ടും അതുപോലെ പ്രേക്ഷകരുടെ വിധി അനുസരിച്ച് നമുക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ലാലേട്ടനെ എനിക്കിഷ്ടമായതുകൊണ്ട് ഈ 2 ആഴ്ച ലാലേട്ടനെ കാണുവാനും 1.5 മണിക്കൂർ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ലാലേട്ടനെ 1 മണിക്കൂറുള്ളൂ. അപ്പോൾ ലാലേട്ടനെ സംസാരം കേൾക്കാനും ഒക്കെ നമുക്ക് കഴിയും എന്ന് മാത്രമേ ഉള്ളൂ ഈ എപ്പിസോഡ് കൊണ്ട് ഞാൻ കണ്ടേക്കുന്ന ഒരു നേട്ടം. അല്ലാതെ വേറെ യാതൊന്നും ഇതിനകത്ത് നടന്നില്ല. നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും ഇതിനകത്ത് നടന്നില്ല എന്ന്
ഖേദപൂർവ്വം അറിയിക്കട്ടെ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.